നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് 4/2/2017 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടന്ന ഫീൽഡ് അസിസ്റ്റന്റ് എന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് പാർട്ടിൽ വന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ശ്രദ്ധിക്കുക. ഹൈപ്പോകോൺട്രിയ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ആൻ ആനിമൽ, ഓപ്ഷൻ ബി എ പ്ലേസ്, ഓപ്ഷൻ സി ആൻ ഇൽനസ്, ഓപ്ഷൻ ഡി എ വൈൽഡ് പ്ലാന്റ്. ഹൈപ്പോകോൺട്രി എന്നാൽ മിഥ്യാരോഗ ഭയം എന്നാണ് അർത്ഥം. അതായത് എന്തോ ഭയങ്കരമായ ഒരു അസുഖമുണ്ടെന്ന് സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആൻ ഇൽനസ്. എ ന്യൂ ഡാഷ് സീപ്സ് ക്ലീൻ. ഓപ്ഷൻ എ ഗ്രൂം, ഓപ്ഷൻ ബി ലൂം, ഓപ്ഷൻ സി ബ്രൂം, ഓപ്ഷൻ ഡി ക്രൂം. ഇവിടെ ഗ്രൂം എന്നാൽ വരനെന്നും അർത്ഥമുണ്ട്, കുതിരയെ പരിചരിക്കുന്ന ആളെന്നും അർത്ഥമുണ്ട്. ലൂം എന്നാൽ തറിയെന്നാണ് അർത്ഥം. ക്രൂമിന്റെ അർത്ഥം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ഉത്തരം ആൻസർ സി ബ്രൂം. ബ്രൂം എന്നാൽ അർത്ഥം ചൂല്. അടുത്ത ക്വസ്റ്റ്യൻ. എമംഗ് ദ ഗിവൺ ദ ഓഡ് വൺ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ബ്ലീപ്, ഓപ്ഷൻ ബി ബ്ലീറ്റ്, ഓപ്ഷൻ സി മ്യൂ, ഓപ്ഷൻ ഡി ചിർ. ഇവിടെ ശബ്ദങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലീപ്പ് എന്നാൽ അർത്ഥം യന്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദമെന്നാണ്. ബ്ലീറ്റ് ആട് പുറപ്പെടുവിക്കുന്ന ശബ്ദം, മ്യൂ പൂച്ച പുറപ്പെടുവിക്കുന്ന ശബ്ദം, ചിർ പക്ഷികളുടെ ശബ്ദം. ഇവിടെ 3 ഓപ്ഷനുകൾ ജീവികളുടെ ശബ്ദത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓപ്ഷൻ യന്ത്രങ്ങളുടെ ശബ്ദത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് റേഡിയോ മുതലായ ഇലക്ട്രോണിക് യന്ത്രങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ എ ബ്ലീപ്പ്. അടുത്ത ചോദ്യം. ദ ആന്റണിം ഓഫ് ഫ്രാഗ്രൻസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ സ്റ്റിങ്ക്, ഓപ്ഷൻ ബി അരോമ, ഓപ്ഷൻ സി ട്രഡ്ജ്, ഓപ്ഷൻ ഡി പെർഫ്യൂം. ചോദ്യത്തിന്റെ അർത്ഥം ഫ്രാഗ്രൻസ് എന്ന വാക്കിന്റെ എതിർവാക്ക് ഏതെന്നാണ്. ഓപ്ഷൻ എ സ്റ്റിങ്കിന്റെ അർത്ഥം ദുർഗന്ധം, ഓപ്ഷൻ ബി അരോമ സുഗന്ധം തന്നെയാണ്, ഓപ്ഷൻ സി ട്രഡ്ജ് ക്ഷീണത്തോടെ നടക്കുക എന്നാണ് അർത്ഥം, ഓപ്ഷൻ ഡി പെർഫ്യൂം അതും സുഗന്ധമാണ്. ഇവിടെ സുഗന്ധം എന്നതിന്റെ എതിർവാക്ക് ദുർഗന്ധം എന്നാണ്. അതിനാൽ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ സ്റ്റിങ്. അടുത്ത ചോദ്യം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ ഗെയിം. ഓപ്ഷൻ എ വിൻസ്, ഓപ്ഷൻ ബി വിൻ, ഓപ്ഷൻ സി ഹാവ് വൺ, ഓപ്ഷൻ ഡി വിൻസ്. ഇത് കോൺകോർഡ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അതിനാൽ ഇത് ബഹുവചനമാണെന്നും അതുകൊണ്ട് വെർബിന്റെ ബഹുവചന രൂപമായ വിൻ ആണ് ഉത്തരമെന്ന് തോന്നാം. എന്നാൽ കോൺകോർഡ് എന്ന പാഠഭാഗത്ത് ഒരു നിയമമുണ്ട്. 2 സിംഗുലർ സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് യോജിപ്പിക്കുമ്പോൾ 2 സബ്ജക്റ്റുകളും ഒരേ ആശയമാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്നു. ഇവിടെ സ്ലോ ആൻഡ് സ്റ്റഡി എന്നത് ഒരേ ആശയമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് നമ്മൾ മലയാളത്തിൽ പഴഞ്ചൊല്ലിൽ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരേ ആശയം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് സിംഗുലർ വെർബായിട്ടുള്ള ഓപ്ഷൻ എ വിൻസ് ആണ് ഇവിടെ ഉത്തരം. അടുത്ത ചോദ്യം. സുനിൽ സാറ്റ് ഡാഷ് എ വാൾ. ഓപ്ഷൻ എ അറ്റ്, ഓപ്ഷൻ ബി ഇൻ, ഓപ്ഷൻ സി ഓൺ, ഓപ്ഷൻ ഡി ഓവർ. ഇത് പ്രപ്പോസിഷൻ എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ഇവിടെ ഉത്തരം ഓൺ ആണ്. അടുത്ത ചോദ്യം. വി വുഡ് ഹാവ് സീൻ ഇറ്റ് ഡാഷ്. ഓപ്ഷൻ എ ഹാവ് ഇൻ വി, ഓപ്ഷൻ ബി വുഡ് ഇൻ വി, ഓപ്ഷൻ സി ഡിഡ് ഇൻ വി, ഓപ്ഷൻ ഡി ഹാവ് വി. ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിലറി വെർബുകളാണ്. ഇവിടെ 2 ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട്, വുഡും ഹാവും. അപ്പോൾ ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കണം എന്ന ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചതും. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ നിയമം ഇതാണ്. ഒന്നിൽ കൂടുതൽ ഓക്സിലറി വെർബുകൾ വന്നാൽ ആദ്യ ഓക്സിലറി വെർബിനെ ആശ്രയിച്ചാണ് ക്വസ്റ്റ്യൻ ടാഗ് വരിക. അപ്പോൾ ഇവിടെ ആദ്യ ഓക്സിലറി വെർബ് വുഡ് ആയതുകൊണ്ട് നമ്മൾ വുഡിനെ എടുക്കുന്നു. അടുത്തൊരു നിയമം എന്നത് ടാഗിൽ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണമെന്നാണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആക്കണം. അതിനാൽ നമ്മൾ ഓക്സിലറി വെർബായ വുഡിന്റെ കൂടെ നോട്ട് ചേർക്കുന്നു. അങ്ങനെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി വുഡ് ഇൻ വി. അടുത്ത ചോദ്യം. The teacher said to the students, when did you get up yesterday? Option A. The teacher asked the students, when did they get up the previous day? Option B. The teacher asked the students when they got up the previous day. Option C. The teacher asked the students when they had got up the previous day. Option D. The teacher asked the students when they had been got up the previous day. ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ഇവിടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യാൻ ചോദിച്ചാൽ അതിനെ ആദ്യം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അതിനുശേഷമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്
when they had got up the previous day. ഈ പാഠഭാഗങ്ങളെല്ലാം വിശദമായി ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അടുത്ത ചോദ്യം, they will discuss the matter soon. ഓപ്ഷൻ എ, the matter will discuss soon by them. ഓപ്ഷൻ ബി, the matter will be discussed soon by them. ഓപ്ഷൻ സി, the matter will have discussed soon by them. ഓപ്ഷൻ ഡി, the matter will have been discussed soon by them. പാസീവ് വോയിസ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, the matter will be discussed soon by them. അടുത്ത ചോദ്യം, if they started early dash. ഓപ്ഷൻ എ, they will reach in time. ഓപ്ഷൻ ബി, they would reach in time. ഓപ്ഷൻ സി, they would have reached in time. ഓപ്ഷൻ ഡി, they would have been reached in time. കണ്ടീഷണൽ ക്ലോസ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. വളരെ എളുപ്പമുള്ള ഒരു പാഠഭാഗമാണിത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, they would reach in time. അടുത്ത ചോദ്യം, the correct sentence of the following is dash. ഓപ്ഷൻ എ, I have seen an English film yesterday. ഓപ്ഷൻ ബി, I was seen an English film yesterday. ഓപ്ഷൻ സി, I had seen an English film yesterday. ഓപ്ഷൻ ഡി, I saw an English film yesterday. ഇത് ടെൻസ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണ്. ഇവിടെ യെസ്റ്റർഡേ എന്ന് വന്നതിനാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അതിനാൽ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി, I saw an English film yesterday. അടുത്ത ചോദ്യം, how dash books are there in the shell. ഓപ്ഷൻ എ, any. ഓപ്ഷൻ ബി, many. ഓപ്ഷൻ സി, much. ഓപ്ഷൻ ഡി, none. ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, many. കാരണം എത്ര എണ്ണമെന്ന് സൂചിപ്പിക്കാനാണ് how many ഉപയോഗിക്കുന്നത്, എന്നാൽ എത്രമാത്രം എന്ന് സൂചിപ്പിക്കാനാണ് how much ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, the noun form of speak is dashed. ഓപ്ഷൻ എ, speak. ഓപ്ഷൻ ബി, speech. ഓപ്ഷൻ സി, speech. ഓപ്ഷൻ ഡി, spoke. സ്പീക്ക് എന്ന ശബ്ദത്തിന്റെ നാമരൂപം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്പീച്ച് എന്നാണ് നാമരൂപം. ഇവിടെ രണ്ടുത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പെല്ലിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷൻ ബി SPEACH ഓപ്ഷൻ സി SPEECH ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി SPEECH സ്പീച്ച്. അടുത്ത ചോദ്യം, ദ സിംഗുലർ ഫോം ഓഫ് ഡാറ്റ ഈസ് ഡാഷ്. ഓപ്ഷൻ എ, ഡേറ്റ്. ഓപ്ഷൻ ബി, ഡേറ്റം. ഓപ്ഷൻ സി, ഡേറ്റാസ്. ഓപ്ഷൻ ഡി, ഡേറ്റ്. ഡേറ്റ എന്ന വാക്കിന്റെ ഏകവചന രൂപം എന്താണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, ഡേറ്റം. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് ഇന്നസെന്റ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ, ഇൻജീനസ്. ഓപ്ഷൻ ബി, ഇൻജീനിയസ്. ഓപ്ഷൻ സി, ഇൻഗ്രേഷിയേറ്റ്. ഓപ്ഷൻ ഡി, ഇൻഹെറന്റ്. ഇവിടെ ചോദ്യം, ഇന്നസെന്റ് എന്ന പദത്തിന്റെ സമാനാർത്ഥം വരുന്ന വാക്ക് ഏതെന്ന് കണ്ടുപിടിക്കുക എന്നാണ്. ഇവിടെ ഓപ്ഷനിലെ ഓരോ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഇൻജീനസ് എന്നാൽ നിഷ്കളങ്കമായ എന്നാണ് അർത്ഥം. ഇൻജീനിയസ് എന്നാൽ ബുദ്ധിയുള്ള എന്നാണ് അർത്ഥം. ഇൻഗ്രേഷിയേറ്റ് എന്നാൽ ഇഷ്ടം സമ്പാദിക്കുക എന്നാണ് അർത്ഥം. ഇൻഹെറന്റ് എന്നാൽ ജന്മസിദ്ധമായ എന്നാണ് അർത്ഥം. ഈ പറഞ്ഞതിൽ നിന്നും തന്നെ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി. ഇന്നസെന്റ് എന്നാൽ നിഷ്കളങ്കമായ, ഇൻജീനസ് എന്നാലും നിഷ്കളങ്കമായ. അതിനാൽ ഉത്തരം ഓപ്ഷൻ എ, ഇൻജീനസ്. അടുത്ത ചോദ്യം, ജീനോസൈഡ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ, സിസ്റ്റമാറ്റിക് കൾട്ടിവേഷൻ. ഓപ്ഷൻ ബി, എ ടൈപ്പ് ഓഫ് പാരസൈറ്റ്സ്. ഓപ്ഷൻ സി, എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഓപ്ഷൻ ഡി, മാസ് മർഡർ. ജീനോസൈഡ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടക്കൊല അഥവാ കൂട്ടക്കുരുതി എന്നാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, മാസ് മർഡർ. ജോൺ ഡാഷ് ഹിസ് ഫ്രണ്ട് അറ്റ് ദി തിയേറ്റർ. ഓപ്ഷൻ എ, കെയിം അലോങ്. ഓപ്ഷൻ ബി, കെയിം അപ്പോൺ. ഓപ്ഷൻ സി, കെയിം അക്രോസ്. ഓപ്ഷൻ ഡി, കെയിം അറ്റ്. ഫ്രേസൽ വെർബ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള ചോദ്യമാണിത്. ഇവിടെ സമാനാർത്ഥമുള്ള രണ്ട് പദങ്ങളുണ്ട്. കെയിം അപ്പോണും കെയിം അക്രോസും. രണ്ടിന്റെ അർത്ഥം യാദൃച്ഛികമായി കണ്ടുമുട്ടുക എന്നാണ്. ഈ വാചകത്തിന്റെ അർത്ഥം ഇവിടെ ജോൺ യാദൃച്ഛികമായി അവന്റെ കൂട്ടുകാരനെ തിയേറ്ററിൽ വെച്ച് കണ്ടുമുട്ടിയെന്നാണ്. സ്വാഭാവികമായിട്ടും ഈ രണ്ട് ഓപ്ഷൻസും വരാം. ഏതായാലും വ്യക്തമായ ഒരു ഉത്തരം ഇവിടെ നിർവചിക്കാൻ സാധിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗവൺമെന്റ് ഓഫ് എ സ്മാൾ ഗ്രൂപ്പ് ഓഫ് ഓൾ പവർഫുൾ പേഴ്സൺ ഈസ് ഡാഷ്. ഓപ്ഷൻ എ, ഓട്ടോക്രസി. ഓപ്ഷൻ ബി, ഒളിഗാർക്കി. ഓപ്ഷൻ സി, അരിസ്റ്റോക്രസി. ഓപ്ഷൻ ഡി, മൊണാർക്കി. ഇവിടെ ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഒറ്റവാക്ക് എന്താണെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി, ഒലിഗാർക്കി. There are people in our society whose only aim in life is to make money. Option A, by hook or by crook. Option B, by fits and starts. Option C, by rise and low. Option D, by yelp and howl. ഇവിടെ ഈ തന്നിരിക്കുന്ന വാചകത്തിന്റെ ഒറ്റവാക്ക് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ, ബൈ ഹൂക്ക് ഓർ ബൈ ക്രൂക്ക്. ഏത് വിധേനയും കാര്യം സാധിക്കുക എന്നാണ് അർത്ഥം.
അടുത്ത ചോദ്യം, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ എക്സാജറേഷൻ, ഓപ്ഷൻ ബി എക്സാഗറേഷൻ, ഓപ്ഷൻ സി എക്സാജറേഷൻ, ഓപ്ഷൻ ഡി എക്സോഗ്രേഷൻ. ഇവിടെ ഓപ്ഷൻ എ എക്സാജറേഷൻ ആണ് ശരിയായ ഉത്തരം. ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഇംഗ്ലീഷിൽ നിന്നുമുള്ള പാഠഭാഗങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഇംഗ്ലീഷിൽ നിന്നുമുള്ള പാഠഭാഗങ്ങൾ താമസിയാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നിവിടെ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കണ്ടെത്താൻ സാധിക്കാത്തവർ നിരാശപ്പെടേണ്ടതില്ല. എല്ലാ ക്ലാസ്സുകളും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്